പെർഫ്യൂമിൻ്റെ ഒക്കെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടമല്ലേ? പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് പെർഫ്യൂം ഉണ്ടാക്കുന്നത്? പല പെർഫ്യൂമുകൾക്ക് എങ്ങനെയാണ് പലതരം സ്മെല്ല് ഉണ്ടാവുക? ഈ പെർഫ്യൂം വാങ്ങാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പ് നോട്ട്, ബേസ് നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളോട് സംസാരിക്കും. ഇതൊക്കെ എന്താണെന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നും പഠിക്കണമെന്നും അതിലൊരു കരിയർ ബിൽഡ് ചെയ്യണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കോഴ്സുകളുണ്ട്. 12th ശേഷവും പഠിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഡിഗ്രിക്ക് ശേഷവും പറ്റും. പക്ഷെ ഞാൻ അഡ്വൈസ് ചെയ്യാം നിങ്ങൾ ഡിഗ്രിക്ക് ശേഷം പോകുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം ഡിഗ്രിക്ക് ഈതർ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 1 year PG ഡിപ്ലോമ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രാഗ്രൻസ് ആൻഡ് ഫ്ലേവർ ഡെവലപ്മെന്റ് സെന്റർ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു സെന്റർ ഉണ്ട്. അത് UP യിലാണ് ഉള്ളത്. അവരാണ് മേജർലി ഈ കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. നമുക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഏരിയയിൽ കരിയർ ബിൽഡ് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് അതൊരു ഓപ്ഷനായി തിരഞ്ഞെടുക്കാവുന്നതാണ്. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.